നമ്മുടെ പുതിരയ്ക്കേറെ സ്വാഗതം. അനീറോക്സിൻ്റെ പുതിരയ്ക്കേറെ സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് അല്ല എൻ്റെ ഗെയിമിൻ്റെ പേര് ക്രാഫ്റ്റ് ആൻഡ് ബിൽഡ്സ് ആണ്. നമ്മൾ ഈ ഗെയിമിൽ കയറിയിട്ട് നെതർ പോർട്ടലിൽ കയറിയതാണ്. നേരെ വന്നത് ചാടിയതാണ്. നേരെ വന്നത് ഈ സ്ഥലത്തായിരുന്നു. എൻ്റെ പിന്നെ വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. നേരെ ലാവ വീണു. ഗോൾഡൻ ആപ്പിൾ ഫുള്ള് തീർന്നു ഗൈസ്. ഞാൻ എങ്ങനെയാണ് കഷ്ടപ്പെട്ട് അത് അവിടെ വരെ എത്തി. ഞാൻ ഇപ്പോൾ വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ ഗോൾഡ് ബ്ലോക്ക് കുറേ ഉണ്ട് കേട്ടോ ഗൈസ്. ഗോൾഡ് ബ്ലോക്ക് ഞാൻ ക്രിയേറ്റീവായിട്ട് എടുത്തതാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഗോൾഡ് ബ്ലോക്ക് കുറേ ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് വെച്ചിട്ട് ചാടിക്കോ. ഓ ജസ്റ്റ് യൂസ് ഗൈസ്. ചാടിയിട്ടുണ്ട്. നമുക്ക് മണ്ടേ കയറി മട്ടൻ എടുത്ത് തിന്ന് ചാട് പതുക്കെ ചാട്. ചാടി നമുക്ക് പോവാം. അവിടെ ഒരു വിതർ സ്കെൽറ്റൻ നിൽക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ വിതറൊന്നുമില്ല. വിതർ സ്കെൽറ്റൻ നിൽക്കുന്നുണ്ട് ഗൈസ് അവിടെ. പരസ്യം ഇറങ്ങിയില്ല. അപ്പോഴേക്കും പരസ്യം വന്നു. ബുക്കിംഗ് ഓപ്പൺ. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്ക് പരസ്യമൊക്കെ കളിയാം. നമുക്ക് അതിനൊന്നൊരു എന്താ പറയുക, സമയം വേസ്റ്റ് ആക്കാൻ പാടില്ല. അപ്പോൾ ഇതല്ല നമ്മുടെ ഇന്നത്തെ പരിപാടി. ഇന്നത്തെ പരിപാടി വെച്ചാൽ നമ്മുടെ സ്വന്തം എൻഡർ ഡ്രാഗനെ കണ്ടുപിടിച്ച് തീർക്കാൻ പോവാണ് ഗൈസ്. എൻഡർ ഡ്രാഗൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. മൈൻക്രാഫ്റ്റിൻ്റെ എൻഡാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഫുൾ അറിഞ്ഞൂടാ. നമുക്ക് ഗ്ലിച്ചടി ഉണ്ട് കേട്ടോ ഗൈസ്. തന്നെ പറയാൻ പറഞ്ഞേ, ഗ്ലിച്ചടി ലോഡുണ്ട്. സെറ്റ് ഗ്ലിച്ചടി ലോഡുണ്ട്. എൻ്റെ പുതിയ ഗ്ലിച്ചടി ലോഡുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ എൻ്റെ പുതിയ വില്ലേജാണ്. ഞാൻ മറ്റേ അതിനായിട്ട് മുമ്പ് ഒരു മൈൻക്രാഫ്റ്റ് ട്രെയിലിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് എപ്പിസോഡ് 1 എന്ന് പറഞ്ഞിട്ട് പിന്നെ 2 ഇട്ടില്ല. ഇപ്പം നമ്മളിനി അത് ഇടില്ല. നമ്മൾ ക്രാഫ്റ്റ് ആൻഡ് ബിൽഡ്സ് ആണ് അതിൻ്റെ ഉള്ളിൽ കയറിപ്പോയി. ക്രാഫ്റ്റ് ആൻഡ് ബിൽഡ്സ് ആണ് കളിക്കാൻ പോണത്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗെയിം തന്നെയാണ് ഞാൻ പറയുക. സീൻ ഗെയിമാണ്. എൻ്റെ പൊന്നി ഇറങ്ങിയപ്പോൾ തന്നെ എന്തൊക്കെയാണ് സംഭവിച്ചു ഗൈസ്. ഒടുക്കത്തെ ഗ്ലിച്ചാണ് ഗെയിം. എൻ്റെ പൊന്നി എന്ന് പറയാൻ സമ്മതിക്കാറോ. ഇറങ്ങിയപ്പോൾ തന്നെ ഗ്ലിച്ചടിയുടെ കൂടെ മറയടിയും. ഇത് സഹിക്കാൻ നിൽക്കണം. മറ്റേ എൻ്റെ പേരെന്താ, കുന്തൽ മറ്റേ ശൂലം വിടണ എനിക്കറിഞ്ഞോടാ എൻ്റെ പേര്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ എൻഡർ ഡ്രാഗനെ തീർക്കാൻ പോകണം. അതിന് കുറച്ച് മൈനൊക്കെ ചെയ്യണം. ഗ്ലിച്ചടിയാണ് കൂടുതൽ. ഓക്കെ ഗൈസ്, ഇങ്ങനെയൊക്കെ നമ്മൾ ഗ്ലിച്ച് മാറ്റിയിടുന്നുണ്ട്. എൻ്റെ ഫോനെ ഫോൺ നല്ലോണം തുടച്ചിപ്പോൾ ഫോണിൻ്റെ ഡിസ്പ്ലേ പോകാറായി ഗൈസ്. ഗ്ലിച്ചടിച്ചിട്ട് മര്യാദയ്ക്ക് കളിക്കാനും പറ്റുള്ള വേണ്ടി ഗ്ലിച്ചടി. കുറേ കുമ്പളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നമ്മളത്ര ഇണങ്ങുള്ള അങ്ങനത്തെ സുടുക്കത്തെ ഗ്ലിച്ചടിയാണ്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അനങ്ങാൻ പറ്റുള്ളല്ലോ. സെറ്റ് ഇതിൻ്റെ പുതിയ വില്യാണെന്ന് കാട്ടിത്തരാം. ഇതവിടെ ഒരു മറ്റേ മരുണ്ട്. അവരുടെ മറ്റേ കുറച്ച് ടോർച്ചൊക്കെ കുത്തി വെച്ചുകൊണ്ട് അത് കുറച്ച് ടോർച്ചൊക്കെ കുത്തി വെച്ചേക്കണ മരമാണത്. ഇതിനെ ടോർച്ച് കുത്തി വെച്ചേക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാധാരണ എന്ന് വെച്ചാൽ ആ ടോർച്ച് കുത്തി വെച്ചേക്കണ മരത്തിൻ്റെ സ്ഥാനത്ത് മറ്റേ കിണറായിരിക്കും. പക്ഷെ അവിടെ കിണറില്ല ഗൈസ്. അതൊന്നും എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മൈനിങ് എന്ന് പറയുന്നത് മൈനിങ്ങിന് പോവാം ഗൈസ്. ഇതിവിടെയാണ്. എൻ്റെ ഇവിടെ കേവ് ഒന്നുമില്ല. അത് കാരണം നമുക്ക് മൈൻ ചെയ്യാം. കേവില്ലാത്ത കാരണം നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് മൈൻ ചെയ്ത് കേവ് ആക്കാം. ഇത് പൊട്ടി എന്താ ഒന്നുമില്ല. പൊട്ടിക്ക് നമ്മൾ ടോർച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. എന്തായാലും ടോർച്ച് എടുക്കാൻ എനിക്ക് മടിയാണ് ഗൈസ്. സാധാരണ നമ്മൾ എടുക്കണില്ല ഗൈസ്. അത് കാരണം നമ്മുടെ കയ്യിൽ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീലുകൊണ്ട് കത്തിക്കാം നമുക്ക്. അത് നമ്മുടെ അടുത്ത കളി. ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീലുകൊണ്ട് നമുക്ക് കത്തിക്കാം. പൊട്ടിക്ക് ഇങ്ങനെ പൊട്ടിച്ചോ. എന്താ നേരാവട്ടെ. ഗ്ലിച്ചില്ല. ശരി എന്നാ. അനുങ്ങണ്ട് 2 കയ്യിലും ടോട്ടം കൈസ്. നിങ്ങളിത് കാണുക. പൊട്ടിക്ക് നല്ലോണം പൊട്ടിച്ചാലാണ് നമുക്ക് മൈൻക്രാഫ്റ്റിൽ മുന്നേറാൻ പറ്റുകയുള്ളൂ ഗൈസ്. അത് നമ്മൾ നല്ലോണം പൊട്ടിക്കണം. പക്ഷെ ഇതും പൊട്ടിക്കണം.
ഇതും പൊട്ടിച്ച് ഇത് ഏതേത് സ്ഥലം ഞാനൊന്നും കണ്ടില്ല ഗൈസ്. അപ്പം നമ്മളിത് പൊട്ടിച്ച് നമ്മൾ എൻഡർ ഡ്രാഗനെ കണ്ട് അതെന്താ ഗൈസ് നമ്മളിപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ എൻഡർ പോർട്ടലിലെ സ്ഥലമാണ്. നേരെ പോയിട്ട് എൻഡർ പോർട്ടലിലേക്ക് എൻഡർ ഡ്രാഗനെ തീർക്കാൻ ഗൈസ്. അപ്പോൾ ആ ഭാഗത്തായിട്ടാണ് കണ്ടത് ഗൈസ്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് പൊട്ടിച്ച് പോവാം നല്ലോണം പൊട്ടിച്ച് പോയാലാണ് നമുക്ക്. ഞാൻ ഗ്ലിച്ചടിച്ചത് നമുക്ക് ഭാഗ്യം തോന്നുന്നു. ഗ്ലിച്ചടിച്ചിട്ട് നമുക്ക് മറ്റേ എന്താ പറയുക എൻഡർ ഡ്രാഗൻ്റെ പോർട്ടലിൽ കിട്ടി ഗൈസ്. ഗ്ലിച്ചടിച്ചിട്ട് ഞാൻ ചുമരിൻ്റെ ഉള്ളിൽ ചുമരിൻ്റെ ഉള്ളിൽ കയറിപ്പോയിന്നാണ്. കയറിപ്പോയിപ്പോൾ അവിടെ ഒരു എൻഡർ ഡ്രാഗൻ്റെ സ്ഥലം കണ്ടു ഗൈസ്. എൻഡർ ഡ്രാഗൻ്റെ തന്നെ പോർട്ടലായിരിക്കും ഗൈസ്. എൻഡർ ഡ്രാഗൻ്റെ പോർട്ടൽ ഇതാണോ? അല്ല, എനിക്കൊക്കെ അവിടെ കൊണ്ട് വച്ചേക്കണേ. കണ്ണ് കാണാനല്ലോ മണ്ട് കയറിപ്പോ. ലോ കത്തിക്കാൻ പറ്റില്ല. ഇവിടെ കണ്ണ് കാണാനല്ല. അവിടെ ഒന്നുമില്ല. കത്തിക്ക് എവിടെയെങ്കിലും ഒന്നുമില്ല. കത്തിക്കവിടെ അവിടെ കത്തിക്കും. കണ്ണ് കാണാനുള്ള ഗൈസ്. ടോർച്ച് കൊണ്ടുവരാൻ വരാൻ മറന്നുപോയി ഗൈസ് നമ്മൾ. അപ്പം നമുക്ക് ഇനി മറ്റേ ഇത് പോർട്ടൽ കണ്ടുപിടിച്ച് പോവാം. എന്നെ കാണുന്നല്ലോ മര്യാദയ്ക്ക്. അതെ ഇവിടുത്തെ നേരെ കാണാനാണ് മറ്റേ പോർട്ടൽ. ഇത് മറ്റേ എൻജോയ്മെൻ്റ് കണ്ടാലോ. ഇവിടെയാണ് പോർട്ടൽ. ഇനി അത് തന്നെ അയ്യോ നമ്മുടെ അയ്യോ ഫെൻഡർ ഇല്ല ഗൈസ്. അയ്യോ ഫെൻഡർ നമ്മുടെ വീട്ടിൽ വെച്ച് മറന്നു. അപ്പം നമുക്ക് ക്രിയേറ്റീവായിട്ട് കുറച്ച് അയ്യോ ഫെൻഡർ എടുക്കാം ഗൈസ്. അയ്യോ ഫെൻഡറാണ്. അയ്യോ ഫെൻഡർ എടുത്തിട്ട് നമുക്ക് വീണ്ടും സർവൈവൽ തന്നെയാവാം. സർവൈവലാവാം നമുക്ക് വീണ്ടും. അതിന് അയ്യനെ അടിക്കണേ. നമുക്ക് എന്തിന്ന് അടിച്ചാൽ പോലെ യുടെ അതെ ഗൈസ്. ഇത് എൻ്റർ പേളല്ലേ ഇത്. അയ്യോ ഫെൻഡർ കിട്ടിയിട്ടുണ്ട് നമുക്ക്. നിൽക്കട്ടെ, എൻ്റർ പേൾ എടുത്തോ. ഓക്കെ സെറ്റ്. എൻ്റർ പേൾ നമുക്ക് ആവശ്യം വരും. ഓക്കെ നമുക്ക് വീണ്ടും സർവൈവൽ തന്നെയാവാം ഗൈസ്. നമ്മൾ മറന്നുപോയ കാരണമാണ് മറ്റേ ക്രിയേറ്റീവായ. അല്ലെങ്കിൽ നമ്മൾ സർവൈവൽ തന്നെ ആയിരിക്കും. കുഴപ്പമില്ല ഗൈസ്. വെക്കാൻ പറ്റും. എനിക്കടോ എനിക്കിട്ടാണ് വെക്കേണ്ടത്. നമുക്ക് അയ്യോ എന്താ അത് ഗൈസ്. അപ്പം നമ്മുടെ മറ്റേ പുഴു അടിക്കാൻ വരുന്നുണ്ട്. പുഴുവിൻ്റെ കഥ ഇറക്കാം നമുക്ക്. കഥ തീർത്തുണ്ട്. സെൻസർ കുട്ടിക്ക് അയ്യോ ആക്സോണ്ടല്ല പിക്കാക്സോണ്ട്. വീണ്ടും വരുന്നു പുഴുകൾ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ലാവയിലും പെട്ടു. ഒക്കെ നമ്മൾ പെട്ടിട്ടുണ്ട് നൈസായിട്ട് ഗൈസ്. എൻ്റെ സൈഡിൽ കൂടെ പുഴുകളുടെ ആക്രമണവും. നമ്മളെന്താ ചെയ്യുക? പൊട്ടിക്ക് വേറെ കണ്ട് പൊട്ടിക്കണം. അത് പൊട്ടിക്ക് ശരി എന്നാ ഗൈസ്. കറക്റ്റ് സമയത്താണ് ഉണ്ടാവുന്നത്. കറക്റ്റ് സമയം എന്ന് വെച്ചാൽ ശരി എന്നാ കറക്റ്റ് സമയത്തിന് ഗെയിമിന്ന് ബാക്ക് അടിച്ചും പോയി. അപ്പം നമുക്കിന്ന് ഈ സോംബികളൊക്കെ ഒന്ന് കൊല്ലാം. സോംബി എങ്ങനെയാണെന്നിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ ആ പുഴുക്കൾ വരുന്നുണ്ട്. എൻ്റെ പേരെന്താണെന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എൻ്റെ പേരാണോടെ കറക്റ്റ്. അതെ സെൻസർ കുട്ടിക്ക് സെൻസറിനായിരിക്കും ഫുൾ ആക്രമണം. പുഴു യെസ് വളരാന്ന് വെച്ചാൽ 2 പുഴു. അപ്പോൾ ഒറ്റയടിക്ക് 2 തീർന്നു ഗൈസ്. നമുക്ക് അയ്യോ ഇപ്പോൾ ചത്തേനെ 20 പെട്ടില്ല. ഞാൻ എപ്പോഴും മറന്നു വേണം ഗൈസ്. അയ്യോ ഗോയ്സ് 20% കുഴപ്പമില്ല. നമ്മൾ ഈ എൻഡർ ഡ്രാഗൺ തീർത്തിട്ടാണ് ഇതായാലും ചാർജ് ചെയ്യാൻ വയ്ക്കുള്ളൂ. എന്നിട്ടാണ് ഗൈസ് ഇവിടെ കൂടെ ഞാൻ ബിസ്ക്കറ്റൊക്കെ ഉണ്ട്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. എന്താ റെഡ് ബോർഡൊക്കെ ബുള്ളറ്റൊക്കെയോ പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അതെ വന്ന് പോ ഇറങ്ങിപ്പോ.
അയ്യോ ഫെൻഡർ കൊണ്ട് ഇനി ഉപകാരമൊന്നുമില്ല. എനിക്ക് എൻഡർമാനാണ് സഹിക്കാൻ പറ്റാത്ത കേസ്. എൻഡർമാൻ അങ്ങനെ വരാണെങ്കിൽ പെടും നമ്മളാണെങ്കിൽ അയ്യോ എൻ്റെ പോവില്ല കേസ്. ശരി എന്നാ അപ്പോൾ നമ്മൾ പോവില്ല നമ്മുടെ കയ്യിൽ. പിന്നെ മറ്റേ ക്രിസ്റ്റലൊക്കെ പൊട്ടിക്കാൻ നമ്മൾ എന്തോന്ന് ചെയ്യും കോയ്സ്. അങ്ങോട്ട് ഇതെന്താ ഒരേ സ്ഥലത്ത് തന്നെ പോയി നിൽക്കണേ. നമുക്ക് അങ്ങോട്ട് പോവോ? അങ്ങോട്ട് LCP കുറയാന്നല്ലാണ്ട് ഒരു ഉപകാരമില്ല കേസ്. അപ്പം നമുക്ക് ഐഡിയ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പറഞ്ഞിടാം. ഇരുന്നിട്ട് ഒരെണ്ണം ഞങ്ങൾ ഒറ്റ ഇവിടേക്ക് ഓക്കെ മര്യാദയ്ക്ക് ഉന്നം വയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഒറ്റ ഇടലിടാം. വന്നില്ലെങ്കിൽ നമ്മൾ പെട്ട് ആ തുമ്പത്ത് ഇങ്ങനെ വീഴണമെങ്കിൽ ഓക്കെ ഇവിടെ തന്നെ വീണു. അപ്പോൾ നമ്മുടെ എല്ലാം നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ആകെയുള്ള വരുന്ന വെച്ചാൽ നടന്നങ്ങ് പോവാ. അത്ര കള്ളോ അയ്യോ ഗ്യാസ്. നമ്മുടെ ഗോൾഡ് ബ്ലോക്ക് കുറേ ഉണ്ട്. എൻഡർ ഡ്രാഗൺ നിങ്ങളിത് കാണുക ഗൈസ്. എൻഡർ വേൾഡ് നമുക്ക് ബോയിലെത്താരണം. ഇങ്ങനെ പോവാം. അയ്യോ ചാടിപ്പോ ക്രിസ്റ്റൽ. നമ്മൾ ആദ്യത്തെ ക്രിസ്റ്റൽ റെഡി 1 2 3 അയ്യോ ശരി എന്നാ ഗൈസ്. എൻ്റെ മണ്ടയിലൊറ്റ കിടന്ന് തിളങ്ങണേ. എൻ്റെ മണ്ടയിൽ കയറി ഇങ്ങോട്ട് വരരുത്. നമ്മൾ എന്ത് ചെയ്യാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നെന്ന് വെച്ചാൽ നമ്മളാകെ പെട്ടൊരവസ്ഥയായിരിക്കുന്നു. കാരണം നമുക്ക് ഈ മറ്റേ ഈ എൻഡർ ഡ്രാഗൺ എന്തോ ഒരു സാധനം ഇടുന്നുണ്ട്. എൻ്റെ ഒരു എന്താ പറയുക ബ്ലെൻഡർ ചെസ്റ്റ് വയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ മഞ്ഞ് പോലത്തെ ഒരു സാധനം പോയില്ല. അതുപോലത്തെ സാധനം ഇടുന്നത് ആ ഇടുമ്പോൾ നമ്മുടെ അച്ചപ്പ് വേഗം കുറേ ഉണ്ട്. എനിക്ക് ഭയങ്കര പിന്നെ കുറച്ച് കൂടുതലൊന്നും അറിഞ്ഞൂടാ. അയ്യോ എൻഡർ ഡ്രാഗൺ അടിച്ച് ചാടി ഞാൻ. എന്താ അയ്യോ ശരി എന്നാ നമ്മുടെ ടോട്ടം നമ്മളെ കാക്കും. ടോട്ടം വേഗം ചത്തല്ലേ ഗൈസ്. വേണ്ട നീല കളർ സാധനം. അയ്യോ അതെ പിന്നെ അടി വരുന്നു. അയ്യോ നമ്മളെന്തോന്ന് ചെയ്യും ഗോയ്സ്. അതെ എൻ്റെ മണ്ടയിൽ ക്രിസ്റ്റൽ ഉണ്ട്. നമുക്ക് ഒരു ഐഡിയ ഉള്ളൂ. ഈ അടുത്തുള്ള ക്രിസ്റ്റൽ പൊട്ടിക്കാൻ പറ്റും. അടുത്തല്ല ഭയങ്കര പൊക്കം കുറവാണ് ആ ക്രിസ്റ്റലിന്. കാരണം നമുക്ക് ആദ്യം തന്നെ ആ ക്രിസ്റ്റൽ പോയി പൊട്ടിക്കാം. നമുക്ക് വേഗം തന്നെ ക്രിസ്റ്റൽ എന്താ എൻഡർ ഡ്രാഗൺ അല്ലേ പോണേ. എനിക്ക് എൻഡർ ഡ്രാഗൺ ഇവിടെ കിടന്ന് എന്തോ കാട്ടുന്നുണ്ട്. വേഗം അതെ ക്രിസ്റ്റൽ അല്ല അയ്യോ കമ്പി പിക്കാക്സ് പൊട്ടിക്ക്. വല്ലാത്തൊരവസ്ഥയാണ് ഇതൊക്കെ. പൊട്ടിക്ക് ചാടി കയറ് വീണ്ടും വേണ്ടല്ലേ. എന്താണ് ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ ഒന്നാമത്തെ ക്രിസ്റ്റൽ നമ്മൾ പൊട്ടിച്ച് നല്ല ചമ. ഒന്നാമത്തെ ക്രിസ്റ്റൽ നമ്മൾ പൊട്ടിച്ചിരിക്കുന്നു. ഇനി നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ക്രിസ്റ്റൽ. റെഡി 1 2 3 എൻഡർ പേരിടാം. ഇടും അവിടെ കറക്റ്റ് ഉന്നം വെച്ചിടൂ. അയ്യോ പോയി അപ്പുറത്തെ വളപ്പിൽ പോയി. ഇത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കേസ്. കുറേ ഗെയിമേഴ്സൊക്കെ മറ്റേ എൻഡർ ഡ്രാഗനെ പുഷ്പം പോലെ തീർക്കണം കാണുന്നുണ്ട്. പക്ഷെ നമുക്കിതൊന്നും പറ്റില്ല. നല്ല പാടാണ്. അയ്യോ ഓടിക്കോ അയ്യോ ദേ വരുന്നേ ഗൈസ്. നമ്മൾ ഈ വട്ടം ചാവാണെങ്കിൽ നമ്മൾ അടുത്ത വട്ടം ബോയും കൊണ്ടുവരും ഗൈസ്. കാരണം ഈ വട്ടം പോയില്ലായിരുന്നു. എൻഡർ ഡ്രാഗൺ തന്നെ നമ്മൾ ഇതെന്തൊക്കെയത് പല്ല് വിളിച്ചിക്കണേ കണ്ടിട്ട് പേടിയാവണം ഗൈസ്. നമ്മളതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഹൊറർ ലുക്കും കൊണ്ട് എൻഡർമാൻ വന്നോളൂ. എൻ്റെ പൊന്നി ഇപ്പം ചെയ്യുക ഗൈസ്. കാരണം ഈ എൻഡർമാനൊക്കെ വന്ന് നമ്മൾ ഇടിക്കണോ അതിൻ്റെ ഇടയിൽ കൂടെ എൻഡർ ഡ്രാഗനും
ഈ പൊക്കം കുറഞ്ഞ ക്രിസ്റ്റൽസ് ഈ ഒബ്സീഡിയൻ എന്തിനാ പൊട്ടിക്കണേ? മാറി പോടാ അവിടെ നിന്ന്. ദേഷ്യം വരുന്നു ഗൈസ്. അയ്യോ എൻ്റർപേലുണ്ടൊരു കളിയുണ്ട്. അടി പോയിട്ട് ഏറ്റവും മേടിക്ക് എൻ്റർപേൽ അറിയാം. റെഡി 1 2 3 സ്റ്റാർട്ട് ആയിരുന്നു. അയ്യോ എൻ്റർ ഡ്രാഗൺ എന്താന്നത്? എളുപ്പം എവിടെയാ സ്ഥലം മാറി എന്താ? വീണ്ടും എൻ്റർപേൽ അറ്റാക്ക്. വീണ്ടും മുകളിലെത്തു. ഓക്കെ സെറ്റ്. ഓക്കെ നമുക്കിനി നേരെ പോയിട്ട് എന്താ പറയുക ക്രിസ്റ്റൽസൊക്കെ പൊട്ടിക്കാം. 2 ക്രിസ്റ്റലില്ലേ പൊട്ടിച്ചേ? 2 ക്രിസ്റ്റലാന്ന് തോന്നുന്നു. എത്രങ്ങാണ്ട് ക്രിസ്റ്റൽ പൊട്ടിച്ചു. ഇനി നമുക്ക് അത്രങ്ങാണ്ട് ക്രിസ്റ്റൽ പൊട്ടിക്കണം ഗൈസ്. ഇപ്പോൾ നമ്മൾ ഈ ക്രിസ്റ്റലിൽ പൊട്ടിക്കാൻ പോവാം. ക്രിസ്റ്റലിൽ എൻ്റർ ഡ്രാഗൺ അതിൻ്റെ ഇടക്കോടെ ഒരു അടിക്കാൻ വരുന്നു. അയ്യോ ചാവില് എൻ്റെ മണ്ടക്കോടെ. ഇപ്പം എൻ്റർ ഡ്രാഗൺ അടിച്ചിട്ടാ നമ്മളെ ചമ്മിപ്പോയി എന്നർത്ഥം. ഓക്കെ ചാടിക്കാറ് മറ്റെവിടെ പിക്കാക്സ് അല്ലോ. ഓക്കെ നമ്മൾ ചമ്മീനാണ് അർത്ഥം. അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ ടോട്ടലുള്ള കാരണം ഈ എൻ്റർ ഡ്രാഗൺ അത് പൊട്ടിച്ചും കളഞ്ഞ്. എൻ്റെ മണ്ടയിലേ പോ കൊച്ചു ഗോൾഡൻ ആപ്പിൾ അടിച്ച് കയറ്റാം. എവിടെയാണ് എത്തിയിട്ടുണ്ട് ഗൈസ് നമ്മൾ. ഇപ്പം നമുക്ക് വീണ്ടും എന്താ പറയുക മറ്റേ എൻ്റർപേലുകൊണ്ട് കളിക്കണോ? ഈ മൂലിക്ക് ഇന്നിട്ട് ഇറങ്ങി നോക്കാം. ചിലപ്പോൾ ഓട്ടോയുടെ ഉള്ളിക്കോളാം. അവിടെ കയറിയാ ഓട്ടോട്ടാൻ പൊട്ടി. വെറുതെ ആവശ്യമില്ലാത്തൊരു കളി എനിക്ക് കാട്ടണേ. വെറുതെ ആവശ്യമില്ലാത്തൊരു കാര്യം ചെയ്യേണ്ടായിരുന്നു. നമുക്ക് വീണ്ടും ഇങ്ങനെ തന്നെ ചെയ്യാം. ടോട്ടം കണ്ടിട്ട് എനിക്ക് അത്ര ഇഷ്ടമായില്ല ഗൈസ്. ശരിക്കുള്ള മൈൻക്രാഫ്റ്റിലെ ടോട്ടം നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇതിലൊരു ഭംഗിയില്ല. കുഴപ്പമൊന്നുമില്ല. അതെ പൊട്ടിക്ക്. നമ്മൾ 2ാമത്തെ ക്രിസ്റ്റലിൽ പൊട്ടിക്കുമോ ഗൈസ്? നിങ്ങളിപ്പോൾ തന്നെ കമൻറ്റ് ഓക്കെ. ഇത് 2ാമത്തെ ക്രിസ്റ്റൽ. നമ്മളതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പൊട്ടിക്കാം. ഫ്രീ ഓക്കെ പൊട്ടിക്കും. എൻ്റെ ഇടക്കൂടെ എൻ്റെ ജയിലൊക്കെ പോകണു. അല്ല ജയിലല്ല, എൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. അയ്യോ നിൽത്തോന്നു. നമുക്ക് എൻ്റർപേലിട്ട് ഇനി നമുക്ക് ക്രിസ്റ്റൽ പൊട്ടിക്കാം. ബാക്കിയുള്ള ക്രിസ്റ്റൽ കൂടിയും പൊട്ടിക്കാം. പൊട്ടിക്കില്ല. വെക്കി നല്ലോണം വെക്കി. ഇതിൽ നല്ലോണം വെച്ചാലാണ് നമുക്ക് ക്രിസ്റ്റൽസൊക്കെ പൊട്ടിക്കാം. നല്ല സ്പീഡിൽ വയ്ക്കണം, അല്ലെങ്കിൽ എൻ്റർ ഡ്രാഗൺ നമ്മൾ ഇതുപോലെ തട്ടിയിടും. അടുത്ത ടോട്ടം പൊട്ടി. എല്ലാ ടോട്ടനും പൊട്ടി. ഇതിനൊക്കെ 3 ടോട്ടം ബാക്കിയുണ്ട് ഗൈസ്. ഈ എൻ്റർ ഡ്രാഗൺ എന്തിനാ നമ്മളെ വെറുതെ അടിക്കാൻ നിൽക്കണേ? എൻ്റർമാൻ എന്തിനാ നമ്മളെ വെറുതെ അടിക്കാൻ നിൽക്കണേ? ഒന്നും ആകെ മറ്റേ ടെൻഷൻ അടിക്കണം. വീണ്ടും പൊട്ടി ടോട്ടം. ഈ ടോട്ടൻ അപ്പോൾ അങ്ങ് അടിച്ച് കയറ്റാം. വേറൊരു വഴിയില്ല. ഗ്ലിച്ചടി. ഓക്കെ അടുത്ത ടോട്ടം. ഓക്കെ ഗൈസ് പറയുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാവുണ്ടായില്ല ഗൈസ്. കാരണം ഭയങ്കര പേടിയായിരുന്നു. ഈ എൻ്റർമാനൊക്കെ വന്ന് നമ്മൾ അടിക്കണു. അതിൻ്റെ ഇടകൂടെ എൻ്റർ ഡ്രാഗനും. ഈ ഗെയിമേഴ്സൊക്കെ എങ്ങനെയാവും ഇതിനെ ഇതൊക്കെ കണ്ടിട്ട് കൊല്ലാൻ പറ്റുള്ള ഇതിനെ. ഗൈസ് വേഗം കൊല്ലൂ. ഇപ്പരല്ല ശരിക്കും കൊല്ലണ്ട. ക്രിസ്റ്റലൊക്കെ പൊട്ടിച്ചറിയണം. പക്ഷേ ക്രിസ്റ്റൽ പൊട്ടിക്കാൻ നമുക്ക് പറ്റണില്ല. ഇപ്പം തന്നെ നമ്മൾ എൻ്റർ ഡ്രാഗൻ്റെ കുറച്ച് വീണ്ടും കയറായിരിക്കും. വീണ്ടും കയറും. എൻ്റർ ഡ്രാഗൻ്റെ ഹെൽത്ത് വീണ്ടും കയറും. കറക്റ്റ് ആ ഗോൾഡിൻ്റെ അവിടെ പോയി നിൽക്കുകയാണെങ്കിൽ പെട്ടില്ല. അവിടെ തന്നെ. അയ്യോ അടുത്ത ടോട്ടം പൊട്ടി. ഗൈസ് നമ്മളിത് പൊട്ടിച്ച ക്രിസ്റ്റലായിരുന്നു. ശരിയാ ഗൈസ്. നമുക്ക് ക്രിസ്റ്റലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നമുക്ക് അടുത്തോട്ട് വരും. ഈ വട്ടം ചാവണേ നമുക്ക് അടുത്തോട്ട് ഒരു ലെറ്റർ എടുത്തിട്ട് വരാം. ലെറ്റർ പറന്ന് പൊട്ടിക്കല്ലാത്തതിന്. ഇവിടുന്ന് എൻ്റർപേലിട്ട് എന്തായാലും അവിടെ തീർപ്പാണ്. ഗ്ലിച്ചടിക്കണം അതിൻ്റെ ഇടക്കോടെ. അയ്യോ വീണു. ടോട്ടം പൊട്ടി. നമ്മൾ ടോട്ടം ഉണ്ടായില്ലേ? ടോട്ടം എടുത്തു പോയി. ഓക്കെ നമുക്ക് എൻ്റർപേൽ ഇടാം. എൻ്റർപേൽ ഇട്ടിട്ട് എൻ്റെ മണ്ടയിൽ എങ്ങനെ വരികയാണെങ്കിൽ ഭാഗ്യം. ഓക്കെ വന്നു. നമുക്കിത് ഈ ബ്ലോക്ക് ഇട്ട് അങ്ങോട്ട് മണ്ടയിൽ കയറിപ്പോവും. അയ്യോ ടോട്ടമുള്ള കാരണമാണ് നമ്മൾ ചാവാണ്ടിരിക്കണം. വെക്കാൻ പറ്റില്ല. എൻ്റർമാനൊക്കെ ആദ്യം പോയി കൊല്ലണം ഗൈസ്. എൻ്റർമാൻ അതിൻ്റെ ഇടക്കൂടെ അടിക്കാൻ വരുന്നു.
നമ്മൾ എൻഡർമാനെ കണ്ണിൽ പോലും നോക്കിയില്ല. വെറുതെ അടിക്കാൻ വരാന്നേ. സാധാരണ എൻഡർമാൻ്റെ കണ്ണിൽ നോക്കിയാലും അടിച്ചാലാണ് അടിക്കാൻ വരിക. പക്ഷേ ഇതിൽ വെറുതെ അടിക്കാൻ വരുന്നുണ്ട്. അയ്യോ എന്താ അത്? പൊന്നി ഗൈസ്, ഞാൻ പിടിച്ചു പോയി. ഗ്ലിച്ചടിച്ച് ഞാൻ പിടിച്ചും പോയി ഗൈസ്. നമുക്കിവിടെ എവിടെയെങ്കിലും ഒരു വീടുണ്ടാക്കി വയ്ക്കാം. എവിടെയെങ്കിലും ഒരു വീടുണ്ടാക്കിയിട്ട് എന്താ പറയുക, നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, ശരി എന്നാൽ എനിക്ക് ഈ എൻഡർ ഡ്രാഗനുണ്ട്. നമുക്ക് ഇവിടെ വീടുണ്ടാക്കാം ഗൈസ്. ഇനി അതിൻ്റെ പൊന്നി. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ എൻഡർമാനെ കൊല്ലാൻ നമുക്ക് കൊല്ലല്ല അടിക്കാം. എനിക്ക് നേരെ മേളിൽ കയറി പോവാം. ഗ്ലിച്ചടിക്കണേ അനങ്ങാൻ പറ്റുള്ള. ഇതെന്താ ഇത് പറക്കണോ നമ്മൾ? എൻ്റെ താഴ്ത്തിക്കൊണ്ട് ഒരാളെ നിൽക്കണുണ്ട്, ഒരു കറുത്ത കളർ ഒരു എൻഡർമാൻ. ഒക്കെ നമ്മൾ ചാടി കയറാണ്. പക്ഷേ ബ്ലോക്കൊന്ന് വയ്ക്കാം. ഓക്കെ ഗൈസ്, എന്തൊക്കെയുണ്ട് സംഭവിച്ചിട്ടുണ്ട്. ശരി എന്നാൽ ഫോൺ ഓഫായി. പെട്ട് ഓണൊക്കെ ഗെയിം കളിക്കാണ്ട് ഗെയിം എടുത്ത് ഫോൺ അങ്ങനെ ഇടക്കൂടെ ഓഫായി ഗൈസ്. എന്തൊക്കെ കഷ്ടപ്പാടാ ഒരു എൻഡർ ഡ്രാഗനെ കൊല്ലാൻ. റെഡി 1 എത്തി. യെസ്, ചാട്. ശരി അമ്മ, എൻ്റെ മണ്ടയിൽ അതിൻ്റെ ഇടക്കടാറ്റ നമ്മൾ വെച്ചിട്ടുണ്ടായ ഗോൾഡ്. ചാടി കയറ് വാപ്പാ. എന്തിട്ടുണ്ടൊക്കെ വയ്ക്കണേ. ഡാക്സ് വെക്കണത് അടുത്ത് സ്റ്റോൺ വരെയൊക്കെ വെച്ച് കയറ്, നല്ലോണം കയറ്. കുറച്ചുകൂടി ഉണ്ട്. ഓക്കെ കയറി. പൊട്ടിക്ക് സമയമില്ല. ഗ്ലിച്ച്. ഭാഗ്യം, അവൾ കറക്റ്റ് സമയത്തിന് പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. എൻ്റെ ഇടക്കൊണ്ടാൻ പറ്റിയ ചാർജ് തീർന്നു. ഓക്കെ, നമ്മൾ കറക്റ്റ് സമയത്തിന് പൊട്ടിച്ചായിരുന്നു. നമ്മൾ ക്യാഷ് ഒന്നും പറയുന്നത് ശരിയാവുള്ള. കറക്റ്റ് സമയത്തിന് പൊട്ടിച്ചായിരുന്നു. എൻഡർ ഡ്രാഗൺ ഒന്നും തട്ടിയിട്ടാണ് നമ്മൾ ഈ ടോട്ടം പൊട്ടിയാനെ കാരണം പൊട്ടേണ്ട നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട് ടോട്ടം. ഈ എൻഡർ ഡ്രാഗൻ്റെ വീണ്ടും മറ്റേ ഹെൽത്ത് കൂടിയുണ്ട്. വീണ്ടും അടിച്ചിട്ടൊന്ന് പോവാം. ഈ എൻഡർ ഡ്രാഗൺ പറത്തി വിടാണെങ്കിൽ നമുക്ക് പറന്ന് വിട്ട് ക്രിസ്റ്റലൊക്കെ പൊട്ടിക്കായിരുന്നു. അങ്ങനെ നല്ല പറത്തി വിടാം. അയ്യോ, എൻ്റെ ഇടക്കൂടെ എൻഡർമാന്മാരുടെ ഒരു എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമുണ്ട്. ഈ എൻഡർമാന്മാരെ എൻ്റെ ഇടക്കൂടെ നമ്മുടെ കയ്യിൽ ബോ ഇല്ലാത്ത കാരണം. ബോ ഉണ്ടെങ്കിൽ അടുത്ത കളി ഈ വട്ടം ചാവാണെങ്കിൽ അടുത്ത വട്ടം നമ്മൾ ബോ എടുത്തിട്ട് വരും ഗൈസ്. പോടുന്ന് ഇടക്കോടയന്മാര്. ചാടിക്കേറി സമയമില്ല. അടുത്ത ക്രിസ്റ്റൽ നമുക്ക് പൊട്ടിക്കാൻ പറ്റും അതിൻ്റെ ഇടക്കോടെ. ഗോൾഡപ്പിൾ തന്നെ കുഴപ്പമില്ല. വേഗം ചാടിക്കേറി മുളിക്ക് നോക്കി. അയ്യോ എൻഡർമാൻ തട്ടിയിടല്ലേ. എൻഡർമാനാണോ ഓർമ്മ വരുന്നത്? പൊട്ടിക്ക് സമയമില്ല. സെറ്റ്. ഇനി ആകെ എത്ര കണ്ട് ക്രിസ്റ്റല് ബാക്കി വയ്ക്കാമല്ലോ. കുറച്ച് ഗോൾഡ് ബ്ലോക്ക് കയ്യിലെടുത്ത് വയ്ക്കാം. ഇനി 3 ക്രിസ്റ്റല് പൊട്ടിക്കാനുണ്ട് ഗൈസ്. അയ്യോ ചത്തേ. ഗോൾഡ് ആപ്പിൾ അടിച്ചേറ്റ് ടോട്ടം. ലാസ്റ്റ് ടോട്ടം നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ ലാസ്റ്റ് ടോട്ടത്തോണ്ട് നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ലാസ്റ്റ് ടോട്ടം വെച്ച് നമുക്ക് എൻഡർ ഡ്രാഗനെ ഫുള്ള് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. വലിയൊരു ഡൗട്ടാണത്. നമ്മൾ 64 3 സാക്ക് ഗോൾഡ് ഉണ്ട്. അതുകൊണ്ടൊക്കെ വെച്ച് നമുക്ക് കൊല്ലാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഭയങ്കര റിസ്ക്കാണ് എൻഡർ ഡ്രാഗനെ കൊല്ലണമെന്ന് വെച്ചാൽ. കാരണം എൻ്റെ ഇടക്കൂടെ എൻഡർമാന്മാരുണ്ട്. എൻഡർ ഡ്രാഗൺ മാത്രമുള്ള കുഴപ്പമില്ല ഗൈസ്. പക്ഷേ എൻ്റെ ഇടക്കൂടെ എൻഡർമാനും ഉണ്ട് ഗൈസ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്രിസ്റ്റല് പൊട്ടിച്ചിട്ടാണ് എൻഡർ ഡ്രാഗനെ കൊല്ലേ. അല്ലെങ്കിൽ നമുക്ക് വേഗം തന്നെ എൻഡർ ഡ്രാഗനെ കൊല്ലായിരുന്നു. പക്ഷേ ഓക്കെ ഗൈസ്, ഗ്ലിച്ച് ഗൈസ്. എന്താ എൻഡർ ഡ്രാഗൺ അല്ലേ ഇത് ഗൈസ്. ഇത് കൂടെ വെച്ച് പോവാം. അതെന്തോ അത് ഗ്ലിച്ചടിക്കുന്നുണ്ട്. നല്ല സ്പീഡിൽ വെക്കാനുണ്ട് ഞാൻ ഗൈസ്. നമുക്ക് അടുത്ത ക്രിസ്റ്റലൊക്കെ പൊട്ടിക്കാനാണ് ഇത്ര കഷ്ടപ്പാട്. അയ്യോ വേഗം ചാടി കയറല്ല മറ്റേ ബ്ലോക്ക് വേഗം വീണു. ചത്ത് ലാസ്റ്റ് ടോട്ടം പൊട്ടിയിട്ട് നമ്മളിപ്പോൾ പെട്ട് ലാസ്റ്റ് ടോട്ടം പൊട്ടി.
എൻഡർമാൻമാരും വന്നു ഗൈസ്. എൻഡർമാൻമാരും വന്നു ഗൈസ്. ഇപ്പോൾ നമ്മൾക്ക് വീണ്ടും ഇങ്ങനെ 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 എൻഡർമാൻ ഇങ്ങനെ 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 മാറവിടെ നിന്ന് ഇങ്ങനെ എൻഡർമാനെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. പോ ഓക്കെ വെക്കി വീണു ഗൈസ്. ഈ എൻഡർമാനെ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എനിക്ക് ദേഷ്യം വരുന്നു ഗൈസ്. ഈ എൻഡർമാനെ ഇതിൻ്റെ ഇടയ്ക്കോട്ടൊരു ഗ്ലിച്ചടിക്കണു ഗൈസ്. മര്യാദയ്ക്ക് ഗ്ലിച്ചടിക്കുന്നുണ്ട് ഗൈസ്. മര്യാദയ്ക്ക് വെച്ച് പോ. എന്നിട്ടൊക്കെ പറയണമെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കാരണം ഈ എൻഡർമാനെ കൊല്ലുമ്പോൾ എന്താ പറയുക, എനിക്കൊക്കെ ഉണ്ട് തരും. അടുത്ത ദിവസം നമുക്ക് ഇങ്ങനെ കൊല്ലാൻ. അയ്യോ എൻഡർമാൻ കണ്ണി കാണുന്ന സ്ഥലത്തൊക്കെ കഷ്ടയിൽ വെച്ച് കയറുന്നുണ്ട്. പക്ഷേ കണ്ണി കാണുന്ന മറ്റേ ഇങ്ങനത്തെ ഒപ്സിഡ് കൊണ്ട് ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ എൻ്റെ ഗോൾഡ് ബ്ലോക്ക് വെച്ച് കയറുന്നുണ്ട്. അവിടെ എൻ്റെ മുകളിൽ ക്രിസ്റ്റൽ ഉണ്ടോ ഇല്ലയെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. ചിലപ്പോൾ ഉണ്ടാവുള്ളൂ എന്ന് അറിഞ്ഞു. ഞാൻ കുറച്ച് മറ്റേ ക്രിസ്റ്റലുകളൊക്കെ പൊട്ടിച്ചല്ലേ. അപ്പോൾ നമ്മൾ മറ്റേ എൻ്റെ മണ്ടേ കയറിയിട്ട് ചിലപ്പോൾ ആ ക്രിസ്റ്റൽ ഇല്ലെങ്കിൽ നമ്മൾ ചമ്മി പോയില്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ഐഡിയ അല്ലേ, ലാസ്റ്റ് ഐഡിയ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ നമുക്ക് നേരെ മാറി അവിടെ എൻഡർമാനെ മുകളിൽ ഗോൾഡ് ബ്ലോക്ക് വെച്ച് HP ഫുള്ളാക്കാം. HP ഫുള്ളാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്ന് വെച്ചാൽ മറ്റേ കാര്യങ്ങളെന്ന് എന്താ പറയുക, മറ്റേ ഫുഡ് അടി ചെയ്യാം. ബാക്കിയുള്ള കാര്യം വെച്ചാൽ ഫുഡ് അടി, പിന്നെ ടോട്ടം ഇല്ല കയ്യിൽ കാരണം ടോട്ടം ഇല്ലാത്ത കാരണം ഫുഡ് മാത്രം അടിക്കാം. നമുക്ക് ഒബ്സിഡിയൻ എനിക്ക് തോന്നുന്നു അഡാക്കോടെ നമുക്ക് നുളഞ്ഞ് കയറാമെന്ന്. എന്താ പറയുക, ഒബ്സിഡിയൻ വേഗം പൊട്ടിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വേഗം എന്താ പറയുക, ഒബ്സിഡിയൻ വേഗം പൊട്ടിക്കാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ ഉള്ളിൽ കൂടെ കയറായിരുന്നു. എന്നിട്ട് മുകളിൽ പോയിട്ട് ക്രിസ്റ്റൽ വയ്ക്കാം. ഗായ്സ് ആകെ പണിയാണ്. ലാസ്റ്റത്തെ ഐഡിയ ആണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റത്തെ ഐഡിയ ഇല്ല, നമുക്ക് ലാസ്റ്റത്തെ ഐഡിയ ആണ്. ഇതിങ്ങനെ വെച്ച് നേരെ പോവാം. നേരെ പോവാണെങ്കിൽ എൻഡർമാനൊന്നും കാണില്ല എനിക്ക് തോന്നുന്നത്. അയ്യോ വീണു. ടോട്ടാണെങ്കില്ല. ഈ എൻഡർമാൻ എന്തിട്ടാ അത്? ഞാൻ എൻ്റെ കണ്ണിൽ നോക്കിയിട്ട് അടിച്ചില്ല. എനിക്ക് കണ്ണി നോക്കിയാൽ പ്രശ്നം. ഇപ്പോൾ കണ്ണി നോക്കിയാലും പ്രശ്നം, നോക്കിയില്ലെങ്കിലും പ്രശ്നം. ഇതൊക്കെ ഇപ്പോൾ ചെയ്യുക ഗൈസ്. ഇപ്പോൾ നമ്മൾ ആകെ കൂടി ചെയ്യാൻ പറ്റുന്ന വഴിയെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ വെച്ച് പോവാം. ഇങ്ങനത്തെ ചത്ത് ഗൈസ്. പേടിക്കോത്രടെ ഓക്കെ ചത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് കിടന്നുറങ്ങാം. നല്ല ക്ഷീണം ചത്തപ്പോൾ. നമ്മൾ ചത്തിട്ട് വീണ്ടും വന്നിട്ട് റീസ്പോൺ പോയിൻ്റൊക്കെ സെറ്റാക്കിയിട്ട് ഇത് വീണ്ടും നമ്മുടെ രണ്ട് ഫുള്ളെടുക്കാം ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് എൻഡർ ഡ്രാഗനും നമ്മൾ തീർക്കും ഗൈസ്. കാരണം ആ പുറപ്പാടിൽ തന്നെയാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. എന്ന് വെച്ചാൽ എൻഡർ ഡ്രാഗനെ തീർത്തിട്ട് എനിക്ക് എൻഡ് വേൾഡ് കയ്യേറണം. ഇതാണ് എൻ്റെ എന്താ പറയുക സ്വപ്നം. ഇവിടെ ചുക്കില്ലല്ലോടേ. എൻ്റെ കുറേ നെതറേറ്റ് ഇവിടെ ഉണ്ടായല്ലോ. നെതർ തുറക്കാനും പറ്റിയില്ല. കുറേ ഷൾക്കർ ബോക്സ് വെച്ചിട്ടുണ്ടാവും. ഞാൻ ക്രിയേറ്റീവായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളൊന്നുമില്ല. പക്ഷെ ഇത് കാണുമ്പോൾ എന്താ മുട്ട ഇരിക്കേണ്ട അവിടെ മറ്റേ എനിക്കാണ്ട് മുട്ട ഇരിക്കുന്നുണ്ട്. ഇത് അവിടെ മറ്റേ ഫയർ ചാർജ് വെച്ചിട്ടുണ്ട് ഞാൻ. എൻ്റെ പൊന്നെ മക്കളെ എന്നിട്ടിപ്പം എൻജോയ്മെൻറ്റ് ടേബിൾ ഉണ്ടോ ഗൈസ്? അതാണ് ഹൈലൈറ്റ്. ഇതെന്താ എൻജോയ്മെൻറ്റ് ടേബിളാണ് ഹൈലൈറ്റ്. നേരത്തെ കണ്ട ഗൈസ്. ഒരു എന്താ പറയുക, എൻജോയ്മെൻറ്റ് ടേബിളുണ്ട്. എനിക്ക് ചിരി വന്നത് എന്താ ചിരി വരുന്നുണ്ട് എൻജോയ്മെൻറ്റ് ടേബിൾ കണ്ടിട്ട്. ഉള്ളൊന്നുമില്ല ഗൈസ്. ഈ ആകെയുള്ള സ്റ്റോൺ ആക്സ് വെക്കാം. എന്നിട്ട് ഇതും വെച്ച് നമ്മൾ പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ വീണ്ടും എൻഡർ ഡ്രാഗൻ അങ്ങോട്ട്
തീർക്കാൻ പോവാണ്. ഈ വട്ടം ഞാൻ തീർക്കും ഗൈസ്, തീർത്തിരിക്കും നമ്മൾ. അയ്യോ നമ്മളല്ല, ഞാൻ തീർത്തിരിക്കും, ഞാൻ തീർത്തിരിക്കും. എൻ്റെ പൊന്നെ, ഇതിൽ നമ്മൾ ചാവാണെങ്കിൽ എന്തായാലും പാർട്ട് 2 ഇടും ഗൈസ്. പാർട്ട് 2 ഇടും, വീണ്ടും പാർട്ട് 2 ഇടും. എനിക്ക് തോന്നുന്നു ഇതിൽ ചാവില്ല എന്നാണ് ഗൈസ്. കാരണം നമ്മൾ വേഗം പോയിട്ട് മറ്റേ പിക്കാക്സൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ എൻഡർ ഡ്രാഗനെ വീണ്ടും കൊല്ലാൻ പോവാം. എന്താ പറയുക, വീണ്ടും കൊല്ലാൻ പോവാം. കുറച്ച് ചുമ നമുക്ക് വീണ്ടും കൊല്ലാൻ പോവാം. ഓക്കെ, ഇനി ചെയ്യേണ്ടെന്ന് വെച്ചാൽ വേറെ ഒന്നും ചെയ്യണ്ട, നമ്മൾ നേരെ പോയി കൊല്ലാം. പക്ഷെ കൊല്ലാൻ ഭയങ്കര പാടാണ്. എന്നാലും ശ്രമിക്കാം. നമ്മളെന്തായാലും കൊല്ലുന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. കാരണം കൊല്ലുന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ, നമ്മൾ സമയം കളയാനുള്ള നേരെ നമ്മുടെ ഇൻ്റർവ്യൂളൊന്നും ഇല്ല സമയം കളയാൻ. നേരെ ചാടി അങ്ങ് പോവാം. അയ്യോ നോ പ്രോബ്ലം, നമുക്ക് നേരെ ചാടി അങ്ങ് പോവാം ഗൈസ്. നമ്മൾ പിന്നെ പണ്ടേ തൊട്ട് പ്രൊഫഷണലാണ് മൈൻക്രാഫ്റ്റിൽ. നമ്മൾ പ്രൊഫഷണലാണ് ഞാൻ മൈൻക്രാഫ്റ്റിൽ. ഇത് കാരണം ഞാൻ എന്തായാലും ജയിക്കും. എൻഡർ ഡ്രാഗനെ കൊല്ലുന്ന മറ്റേ എൻ്റെ വേൾഡ് ഞാൻ മറ്റേ കയ്യിലാക്കും എന്ന് തോന്നണേ. വീണ്ടും നമ്മുടെ ആ മൈൻക്രാഫ്റ്റ് ചീത്ത നരകത്തേക്ക് നമുക്ക് വീണ്ടും കയറാം. ഓക്കെ നമുക്ക് വേഗം തന്നെ ഇനി ക്രിസ്റ്റൽസൊക്കെ പൊട്ടിക്കാം. ക്രിസ്റ്റൽസ് പൊട്ടിച്ചാലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇതിൽ വേറെ നിലത്താറിന് ക്രൈയിങ് ഒബ്സിഡിയൻ വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. വേഗം നമുക്ക് ഈ ക്രൈയിങ് ഒബ്സിഡിയനൊക്കെ വെച്ച് മണ്ടേ കയറാം. മണ്ടേ കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ചത്തില്ല. എന്തോ ഒരു ഭാഗ്യം ചത്തില്ല. അടുത്ത വട്ടം നമ്മൾ എന്തായാലും ചാവുന്നതാണ് എനിക്ക് തോന്നുന്നത്, നിലത്ത് വീണ. പക്ഷെ എനിക്ക് തോന്നുന്നത് നിലത്ത് വീഴില്ല എന്നാണ് എനിക്ക്. ഇത് പൊട്ടിക്കാൻ പറ്റുമെന്ന്, ഇത് പൊട്ടിക്കണമെങ്കിൽ കുറേ നേരം പിടിക്കും. ക്രൈയിങ് ഒബ്സിഡിയൻ ഇങ്ങനെ വെച്ച് ഇതിൻ്റെ മൂടാവുന്നു. ഇത് കുറച്ച് മറ്റേ എന്താ പറയുക, ഗോൾഡൻ ആപ്പിൾ തിന്നാം. തോട്ടം ഇല്ല. പിക്കാക്സ് ഇല്ലേ നമ്മുടെ കയ്യിൽ? പിക്കാക്സ് ഉണ്ട്, ആക്സ് ഉണ്ട്. പക്ഷെ പിക്കാക്സ് ഇല്ലാണ്ട് ഇത് പൊട്ടിക്കാൻ പറ്റുമോ വേഗം? പറ്റായിരിക്കും. ഇത് എന്താ പറയുക, എൻ്റെ പേരെന്താ, നെതറൈറ്റ് ആർമർ എടുത്തിട്ടാണ് ഗൈസ്. നമ്മുടെ ലാസ്റ്റത്തെ എന്താ പറയുക ട്രൈ ആണത്. ശരി എന്നാ നമ്മൾ മൂച്ചി ഗൈസ്. കാരണം നമ്മുടെ മറ്റേ പിക്കാക്സ് കൊണ്ടാണ് ഇത് വേഗം പൊട്ടിക്കാൻ പറ്റുക. പെട്ട് ഇത് പൊട്ടിങ്ങളെക്കാരം മണിക്കൂർ പിടിക്കും. ഓക്കെ ഗൈസ്, നമ്മളിൽ എന്തൊക്കെ ചെയ്യാന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്ന് വെച്ചാൽ അതുവരേക്ക് പൊട്ടണില്ല. ഇത് പൊട്ടാണെങ്കിൽ നമ്മുടെ കയ്യിൽ കയറില്ല. കാരണം മറ്റേ പിക്കാക്സ് കൊണ്ട് പൊട്ടിച്ചാലേ കയറുള്ളൂ. പിക്കാക്സല്ലേ എൻ്റെ പൊന്നി. നമ്മളെന്താ ചെയ്യുക ഗൈസ്? എനിക്ക് ഒരു ഐഡിയ ഇല്ല ഗൈസ്. കാരണം എന്ന് വെച്ചാൽ വേഗം എൻഡർ ഡ്രാഗനെ തീർക്കണത്. എൻഡർ ഡ്രാഗനെ തീർത്താലാണ് നമുക്ക് മറ്റേ ഇത് എടുക്കാൻ പറ്റുള്ള ലെറ്റർ. പക്ഷെ നമ്മൾ ക്രിയേറ്റീവ് വലിയ ലെറ്റർ എടുക്കും ഗൈസ്. ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഞാൻ ക്രിയേറ്റീവ് ലെറ്റർ എടുക്കില്ല. നമ്മൾ ഫുള്ള് സർവൈവൽ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ നമ്മൾ നേരെ ബോവ് പൊട്ടിക്കും. മറ്റേ നമ്മളെ ഇത് വെച്ച് നടന്ന് പോകും. വീണ്ടും നമ്മൾ ലെറ്റർ എടുക്കും. നമ്മൾ കഷ്ടപ്പെടാൻ പോവാണ് ഗൈസ് ഇങ്ങോട്ട്. ഈ ചാനലൊക്കെ ഞാൻ ക്രിയേറ്റീവായിട്ട് എടുത്താണ്. ഈ പിക്കാക്സിൻ്റെ റേറ്റൊക്കെ അത്രയൊക്കെ ഉള്ള ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ നല്ലോണം അങ്ങ് പൊട്ടിക്കാം. ഇത് പൊട്ടിച്ചെന്താ കാര്യം? ഇത് പൊട്ടാനില്ല ഗൈസ്. ഇത് റിങ് ഒബ്സിഡിയൻ എന്താ പറയുക, ഒരു കുറൽ പോലും പറഞ്ഞില്ല. അത് കാരണം നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഈ എൻഡ് സ്റ്റോൺ അല്ലേ ഇത്, എൻഡ് സ്റ്റോൺ
എൻഡ് സ്റ്റോൺ പൊട്ടിക്കാം നമുക്കിന്ന്. എൻഡ് സ്റ്റോൺ പൊട്ടിക്കാം നമുക്കിപ്പോൾ. കുറച്ച് നേരം നമുക്ക് പൊട്ടിക്കാം. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? അത് വേഗം 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 മെളിക്കേറ് ഒരു പരിപാടിയൊന്നുമില്ല. വേഗം 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 വേഗം. ഓക്കെ അടുപ്പിക്ക്. ഇത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഗൈസ്. അതെ പോയി കയറിപ്പോൾ ഗ്ലിച്ച് അടിക്കേണ്ട ഇട കൂടെ ജയിച്ചിരിക്കില്ലേ ഗൈസ്. ഇവിടെ ഒരു എത്രങ്ങാണ്ട് സാക്ക് 1 2 3 4 5 6 സാക്ക് ഗോൾഡൻ ആപ്പിളാണ് ചത്താ പോകാൻ പോണേ. ഇതേ ലാസ്റ്റ് അല്ല, ഇനി കുറച്ചിടാം. ഇനിയുണ്ട് 3 എണ്ണം. ഓക്കെ ഗായ്സ് ചാവ ഗായ്സ്. ഞാൻ ചാവില്ല എന്ന്, പക്ഷെ ചത്തു. ഓക്കെ ഗായ്സ് ശരിയാണ്. നമ്മൾ എൻഡ് വേൾഡ് നമുക്കിപ്പോൾ എന്താ പറയുക, എൻഡർ ഡ്രാഗനെ കൊല്ലാൻ പറ്റില്ല. അത് കാരണം നമുക്കിപ്പോൾ എനിക്ക് പോകാൻ തോന്നല്ല ഗായ്സ്. കാരണം 2 വട്ടമാണ് നമ്മൾ ചത്തത്. നമ്മുടെ OP ക്രിയേറ്റീവായിട്ടെടുത്ത എല്ലാ ലുഡ്സും പോയി. ഇപ്പോൾ നമുക്കിനി പോകണ്ടേ. ഒറ്റൊരു കാര്യം അതാണ് ഗൈസ്. ഞാൻ പോണില്ല, കാരണം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ പാർട്ട് 2 എല്ലാവരും കാണാം. ഓക്കെ, അനിറോക്സിൻ്റെ ഈ വീഡിയോ അവസാനിച്ചു.